വാട്ട് യു മീൻ? മനസ്സിലായില്ലല്ലേ എന്താണെന്ന്? കാട്ടിത്തരാം. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? ഐ മീൻ കൊഴിയാള ഇന്ന് വീട്ടിൽ മീൻകറി കൊഴിയാളയാണ് കേട്ടോ. അല്ലെങ്കിൽ നാളെ ചിലപ്പോ ചൂര കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ നെത്തോലി കിട്ടുമെങ്കിൽ ഞങ്ങളത് മേടിക്കും. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, വടക്കോട്ടേക്ക് പോകുമ്പോൾ തെക്കൻ കേരളത്തിലെ ഈ ഭാഷകൾ, ഈ കൊഴുവ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മീനുകൾ, അങ്ങനെയുള്ള മീനുകൾ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരടുത്ത് വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ വാട്ട് യു മീൻ എന്നാണ് ചോദിക്കുന്നത്. സണ്ണി ജോസഫ് ചോദിച്ചത് ആരോടുകൂടി എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ മൈക്ക് മനോരമയോടാണ്. ഇത്രയും ദിവസം മനോരമയായിട്ട് ബൈ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നടന്നതാണ്. തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വിട്ടതിന് ശേഷം കോൺഗ്രസിന്റെ കട്ട പുക വരുമെന്ന് മനോരമ കൂടി പ്രവചിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആകെ പിടിവിട്ടൊരവസ്ഥയാണ്. ആ നിലയ്ക്കാണ് വയനാട് ഫണ്ടിൽ മൊത്തം കൃത്രിമമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്ക് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീട്ടിൽ പോയി ചോദ്യര് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് സ്വയം നിയന്ത്രിച്ച് പറയുകയാണ്. അതായത് ഈ ഉള്ളത് ചോദിച്ചാൽ തുള്ളിപ്പോകുമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ, അതുപോലെയാണ് സണ്ണി ജോസഫിന്റെ വാട്ട് യു മീൻ എന്ന ചോദ്യം. മൊത്തം കണ്ടേ. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ട്. എന്താ പറഞ്ഞത്? ക്രമക്കേടൻ ഒന്ന് പറഞ്ഞേ, ക്രമക്കേട് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അല്ല, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്താ ഒന്ന് പറഞ്ഞേ? ആരോപിച്ച എന്താന്നൊന്ന് പറഞ്ഞേ, അല്ല അത് കൃത്യമായി എന്താന്നൊന്ന് പറഞ്ഞേ, അല്ല അതിൽ എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല ഞാൻ പറയാം, എന്താന്നൊന്ന് പറഞ്ഞേ. പറയാം. അതായത് ശബരിമല കൊള്ള പോലെയാണോ? അയ്യപ്പ സംഗമത്തിലെ കൊള്ള പോലെയാണോ? എന്താന്നൊന്ന് പറഞ്ഞേ. 10 പൈസയുടെ ക്രമക്കേടില്ല, 10 പൈസയുടെ ക്രമക്കേടില്ല, നയ പൈസയുടെ ക്രമക്കേടില്ല. ഞാനാ KPC പ്രസിഡന്റ്, ഞാനാ മാധ്യമങ്ങളോട് പറഞ്ഞ, ജനങ്ങളോട് പറഞ്ഞ 10 രൂപയുടെ ക്രമക്കേടില്ലെന്ന് കേട്ടോ. അതൊന്നും വിലപ്പോയില്ല. അതിന്റെ പേരിലൊന്നും ശബരിമല കൊള്ള 5 കോടിയിലധികം രൂപ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായ തെളിവുകളുണ്ടോ? ഫണ്ടിന് മാത്രമാണോ? ശരി പ്രസിഡന്റ്, വേറെ പണിയുണ്ട് എനിക്ക് കേട്ടോ. അല്ല ഇതിനകത്ത് ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താ? എനിക്ക് വേറെ പണിയുണ്ട് സമയം. പ്രകോപിതരാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അനാവശ്യ ചോദ്യം ചോദിച്ചോണ്ട്. അല്ല അനാവശ്യ ചോദ്യമാണോ? പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല അനാവശ്യ മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? അനാവശ്യ ചോദ്യമാണോ? തീർത്തും അനാവശ്യ ചോദ്യം. ബന്ധപ്പെട്ട കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചല്ലോ, നിങ്ങൾക്കറിയാവോ?